പാവറട്ടി 1-ാം വാർഡ് കാളാനിയിൽ ഉപതെരഞ്ഞെടുപ്പ് ജൂലൈ 30-ന്. വ്യാഴാഴ്ച മുതൽ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കും. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. വാർഡംഗമായിരുന്ന സിന്ധു അനിൽകുമാർ അയോഗ്യയായതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വ്യാഴാഴ്ച മുതൽ നാമനിർദ്ദേശ പത്രിക സ്വീകരണം ആരംഭിക്കും. ജൂലൈ 11 വരെയാണ് പത്രിക സ്വീകരിക്കുക. 12-ന് സൂക്ഷ്മ പരിശോധന നടക്കും. പിൻവലിക്കാൻ ജൂലൈ 15 വരെ അവസരമുണ്ട്. 30-ന് പാവറട്ടി മരുതയൂർ ഗവൺമെന്റ് UP സ്കൂളിലാണ് വോട്ടെടുപ്പ്. 31-ന് പഞ്ചായത്ത് ഹാളിൽ വോട്ടെണ്ണൽ നടക്കും. 1247 വോട്ടർമാരാണ് വാർഡിലുള്ളത്. ഇതിൽ 664 പേർ സ്ത്രീകളും 583 പേർ പുരുഷന്മാരുമാണ്. പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന 1-ാം വാർഡ് അംഗം സിന്ധു അനിൽകുമാറിനെതിരെ കോൺഗ്രസ് നേതാവും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ വിമല സേതുമാധവനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. UDF പിന്തുണയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച സിന്ധു കൂറുമാറി LDF പിന്തുണയോടെ പഞ്ചായത്ത് പ്രസിഡന്റായി എന്നായിരുന്നു പരാതി. പരാതി പരിഗണിച്ച സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സിന്ധുവിനെ അയോഗ്യയാക്കി പ്രഖ്യാപിച്ചു. ഇതിനെതിരെ സിന്ധു കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല വിധിയുണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ചത്. ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത പാവറട്ടി ഭരണസമിതിയിൽ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഏറെ നിർണായകമാണ്.